ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തുണ ഫിഷ് കട്ട്ലേറ്റ് ആണ്. അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ടിന്നിലുള്ള തുണ ഫിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒനിയൻ, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസ്, കിഴങ്ങ് പുഴുങ്ങിയെടുത്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവോള ഇവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തുണ ഫിഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം ഇതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം ഇതിനു വേണ്ടിയുള്ള കുറച്ച് കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് കിഴങ്ങും എല്ലാം ആയിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചൂടെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഓരോരോ ഉരുളയാക്കി നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.